സോ വെൽക്കം ബൈ ഗൈസ്. നമ്മുടെ ഹൊറർ ഗെയിം സീരീസിലെ രണ്ടാമത്തെ ഗെയിമാണ് ഇന്ന് ട്രൈ ആക്കുന്നത്. ദ ഫ്ലോർ അബവ് എന്നാണ്. സെയിം തന്നെ, ഇൻഡി ക്രിയേറ്റർ ആൻഡ് ഓൾ. ആൻഡ് ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമും കൂടെ ആണെന്നാണ് ലൈക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത്. സോ നമ്മൾ ഇത്രയും കളിച്ച ലൈക്ക് ഓപ്പൺ വേൾഡ് പോലത്തെ ഹൊറർ ഗെയിംസ് അല്ല, ഒരു ക്ലോസ്ട്രോഫോബിക് ടച്ച് ഉള്ള ഒരു സാധനമാണ്. സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാർക്ക് അല്ലെ വ്യൂവേഴ്സിൽ ഉണ്ടെങ്കിൽ ഇതിൽ കാണരുത് എന്നായിരിക്കും ഞാൻ പറയണത്. ലൈക്ക് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അങ്ങനെ അറിയില്ല, മേ ബി. അപ്പൊ എന്തായാലും കൂടുതൽ സംസാരത്തിലോട്ട് കിടക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഈ തീമും കാര്യങ്ങളും ഒക്കെ നല്ല രസം തന്നെ ഉണ്ട് കാണാൻ വേണ്ടി. ലൈക്ക് ഒരു ഇപ്പൊ തന്നെ നമുക്കൊരു എൻട്രി ലെവൽ സാധനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഗെയിം എന്താന്നുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട്. Mike? Are you here? Oh God. Then we still have a chance to escape. Listen carefully. Mike? Oh? Mike? സംസാരത്തിനൊരു വ്യത്യാസം. എന്റെ മോനെ മൈക്കിനെയാണോ കെട്ടിയിട്ടേക്കുന്നത്? പാളിയനെയാണ് കെട്ടിയിട്ടേക്കുന്നത്. 2 ബട്ടനും കൊടുത്തിട്ടുണ്ട് കെട്ടിയിട്ടിട്ട്. Hey. Hello? Can you hear me? Do you remember who you are? Probably not. Listen, let's get straight to the point. I know how you can get out. All you have to do is press the right buttons. Remember this. If the room looks abnormal, press the red one. If it looks normal, press the green one. Okay, fine. പക്ഷെ എങ്ങനെ പ്രസ് ചെയ്ത് എങ്ങനെ? Go ahead. Begin. എൽ ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ആകും. എന്തോന്നിത്? Whoa. Looks like the TV disappeared from the wall. That's way too obvious. Let's make sure the room isn't trying to fool you. Okay. Directly where the TV used to be. Then close your eyes. If the TV is back when you open them, that means the room is normal, and you should press the green button. If not, press the red one. എവിടാണ്? അതിന്റെ ഇരിപ്പത്ര നല്ലതല്ലല്ലോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇത് ഇവിടെ ചാടി വരുമെന്നാ തോന്നുന്നത്. You are not trying to fool me. ഓക്കെ, നമ്മള് ഇതില് റൈറ്റില് നിക്കി കണ്ണടയ്ക്കണം. TV വന്നില്ലല്ലോ. ഇവിടെയായിരുന്നു TV ആക്ച്വലി എവിടെയായിരുന്നു? ഇതിപ്പോ ഞാൻ മറന്നുപോയില്ല. അവിടെ ആകത്തില്ല, ഇവിടെ ആയിരിക്കണം. ഇവിടെ തന്നെ ആയിരുന്നു TV. ഓ മൈ ബാഡ്. 3, 2, 1. When press the green button, when to press the green button? Change. Use a hallucination will disappear. Okay. കത്തി. The room may play with your imagination and not everything you see is dangerous. Close your eyes. അത്രേ ഉള്ളല്ലേ? ഇപ്പൊ സെറ്റാക്കി തരാം. അയ്യോ, എല്ലാം വായിച്ചല്ലോ, ഇനിയിപ്പോ എന്താ വായിക്കാനുള്ളത്?
എസ്കേപ്പ് 9 ടൈംസ്. ആരാ ഇതിന്റെ ഇടയ്ക്ക് ഈ ശബ്ദം ഉണ്ടാക്കുന്നേ? ഓക്കെ, ഇവിടെ ഇപ്പൊ ഒന്നുമില്ലല്ലോ. കണ്ണടയ്ക്കുക, തുറക്കുക. എനിക്ക് നിന്നെയാണ് ഡൗട്ട്, ആ ഡോളിനെയാണ് ഡൗട്ട്. അത് കുറെ നേരമായിട്ട് അവിടെ വെറുതെ ഇരിക്കുകയാണ്. അത് അനങ്ങിയതുപോലെ തോന്നിയല്ലോ. ഓക്കെ, 1 2 3 4 5 6. ലൈക്ക് ഇപ്പൊ ഒരു ജെംസ് കെയർ. നമ്മളിപ്പോ കണ്ണടച്ചിരിക്കുക, കണ്ണു തുറക്കും, കുറച്ചു നേരം ഒന്ന് കണ്ണു തുറന്നു നോക്കാം. എന്റെ അമ്മ, ഇനി കടക്കില്ല, കടക്കട്ടെ. ഇതിന് ബട്ടർ എവിടെ? തോന്നിയായിരുന്നു. ഞാൻ 2 ഉണ്ട ബൾബ് കണ്ടപ്പോഴെങ്കിലും ഞാൻ വിചാരിക്കണത് എന്തോ വലുത് വരാനുണ്ടെന്ന്. ഇപ്പൊ മനസ്സിലായി. ഇപ്പം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ഇനി സെറ്റാക്കാം. 3 അമ്മച്ചി 2 1 1 ഗോ. ഓക്കെ, എന്തിനാണ് അങ്ങനെ ഒരു വോയിസ് ഇടുന്നത്? ആവശ്യമില്ലാത്ത അവന്മാര് മറ്റേ ഓഡിയോ കയറ്റി ഇടുന്നുണ്ട്. ആ ഓഡിയോ വരുമ്പോൾ എനിക്കറിയാം എന്തോ ഉടായ്പ നടക്കാൻ പോവാന്ന്. ടി വി ഉള്ളടുത്ത് നോക്കുമ്പോഴേ ഇവിടെ 1 2 3 4 5 മറ്റല്ല, എണ്ണാൻ മറന്നതല്ല. ലൈക്ക് നമ്മൾ ലാസ്റ്റ് എണ്ണിയപ്പോ 6 വരെയാണ്. 6 7 എത്ര ആയപ്പോഴാ പേടിച്ച് അത് മറന്നുപോയി. 7. ഓക്കെ, ഫൈൻ, കണ്ണു തുറക്കാം. ഓക്കെ, ഞാൻ എന്തോ കണ്ടായിരുന്നല്ലേ. അപ്പൊ ഓക്കെ, ആരാത്? If you're unsure about something around you, just close your eyes. It will give you answers. But don't keep them closed too long. 6 സെക്കൻഡ്, അത് കൂടി ഞാൻ വെക്കത്തില്ല. എന്തൊക്കെയുണ്ട്? ഈ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കോട്ട് ഉണ്ടായിരുന്നു, ആട്ടുംതല ഉണ്ടായിരുന്നു, തീയ്, ടിഷ്യൂ പേപ്പർ, മറ്റേ കുതിരയുടെ പാവ, പലക അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതിനായി ചുമന്ന ഇടിമിന്നലൊക്കെ, ബുക്ക്, കാര്യങ്ങള്, അതെല്ലാം സെറ്റ്. ഓക്കെ, പാവ അത് ഇവിടെ തന്നെ ഉണ്ട്. കൊച്ചിന്റെ ഫോട്ടോ ആക്ച്വലി നല്ല. ഈ സാമാനം, ഇത് ഈ ഫ്രെയിമില് ചെയർ, മറ്റേ പാട്ടൊക്കെ പാടുന്നേ ക്ലോസ് ചെയ്യാനല്ലേ? അങ്ങോട്ട് നോക്കി. ഓക്കെ, 1 2 3 4 5 6. സീനില്ല. 1 2 3 4 5 6. വള്ളിയൊന്നും ഉണ്ടാകല്ലേ. ടെലിഫോൺ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന. 1 2 3 4 5. എന്തൊരു സൈലന്റ്. 1 2 2. ഓണം വന്ന് പേടിപ്പിച്ച്. 1 2 3 4 5 6. ഓക്കെ, ഇവിടെ ഒന്നും മാറിയിട്ടില്ലല്ലോ, എല്ലാം സെറ്റ്. അമ്മ, അതിന്റെ ഇടയ്ക്ക് ഞാനൊക്കെ ഗെയിമിൽ ഫോക്കസ് ആയിരുന്നിട്ട്
എന്റെ കിളി പോയി, നല്ല രീതിക്ക് പോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ സീനൊന്നുമില്ല. സോ ഗ്രീൻ തന്നെ. ഓക്കെ. Seems like everything's fine in this room, but better double check. As long as you're in the chair, always double check. നമ്മള് ചെയറിൽ തന്നെ. ഇതെല്ലാം സെയിം തന്നെ ആണല്ലോ ഇവിടെ. എനിക്ക് ആക്ച്വലി എല്ലാം ഒന്നുകൂടെ നോക്കാം. സെയിം സാധനങ്ങള്, ആ ബോക്സ് എല്ലാം സെയിം ആണ്. അത് മറ്റേ ചാക്ക് കേട്ട് അവിടെ ഉണ്ടായിരുന്നു, കശര മറിഞ്ഞ് കിടക്കുന്നു. ഉഡായിപ്പ് ഡോള്, ചാനൽ പോയ TV, ലൊട്ട പിക്ചർ, then again ലൊട്ട പിക്ചർ, ഹാലുസിനേറ്റിംഗ് പെയിന്റിങ്. ഓക്കെ, ഇത്തവണ കുറച്ച് നേരത്തെ കുറച്ച് നേരം കൂടെ കണ്ണടച്ച് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 കുറച്ച് കൂടിപ്പോയി. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അൺഷ്യൂർ ആണെങ്കിലാണ് നമ്മൾ കണ്ണടക്കേണ്ടത്. ഞാൻ ഇത്രയും കളിച്ചതിനകത്ത് ഞാൻ ഈ സൈക്കോളജിക്കൽ ഹൊറർ എന്നാണ് അവർ പറഞ്ഞത്. അതിപ്പോ എന്നെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ, ഫൈൻ. എന്തോന്നിത്? എന്താണിത്? എന്റെ തൊണ്ട വരെ പോയി. ഓക്കെ, നിക്ക് എണ്ണേണ്ട കാര്യമില്ല. 1 2 3 4 5 എന്നാലും എണ്ണിട്ട് കണ്ണു തുറക്കാം. ഓക്കെ, എന്താ ശിവനെ, ഇത് ലൊട്ട ഗെയിം താരട ഈ പടച്ചു വിട്ടത്. ഇത് അൺഷ്യൂർ ആണ്. ഓക്കെ, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ജാംബിയാണ്, ജാംബി. ഓക്കെ, മൊത്തം 9 ട്രൈയിൽ നമ്മളിത് സെറ്റ് ആക്കി എടുക്കണം. ഇതിനകത്ത് ഇപ്പൊ ഏത് Who do we have here? ആര് He's here to defend you. വിശ്വാസമില്ല, വിശ്വാസം. You're safe, but you still need to press the red button. It's strange, but the room wants it that way. ഈ പൂച്ചയാണോ മോർട്ടി? പൂച്ച തന്നെ മോർട്ടി. പൂച്ചയാണ് നമ്മളെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യണത്. 3 2 1 ഗോ. 3 2 1 ഗോ. ഒരു 2 1 കൂടെ. ദാ മോർട്ടി. അച്ചടാ ജിഞ്ചിനുമണി. ഓക്കെ, അപ്പൊ മോർട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു 6 വരെ പോകാം. ശ്രദ്ധിക്കല്ലേ. 1 2 3 4 5 6 7 8 8 എന്താ ഒരു അവിടുന്ന് ചാടി. എന്താ പൂച്ച ഇങ്ങനെ നോക്കുന്നേ? എന്നെ തന്നെ അത് ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, 1 2 3 4 5 6 7 8. മച്ചി, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വയ്യല്ലേ പൂച്ച നിനക്ക്? ഷിഫ്റ്റ്. അയ്യോ, ഇതല്ല.
ഓ എന്റെ കിളി പൊക്കോണ്ടിരിക്കുകയാണ്. ഗെയിം ഇടയ്ക്ക് ക്രാഷ് ആകുന്നു, എനിക്കറിഞ്ഞില്ല. ഞാൻ എന്റെ അബ്ബുവിനെ പേടിച്ചിട്ട് ഞാനുണ്ടല്ലോ, പേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെ കുറെ നേരം അവർ ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇരുത്തും. ലൈക്ക് ഇപ്പൊ ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ലൈക്ക് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ കയറുമല്ലോ. ഓക്കെ, നൗ ഇറ്റ് എവറിത്തിങ് ഈസ് ഫൈൻ എന്നുള്ള രീതിയിൽ അവിടെ കയറുമ്പോഴത്തേക്ക് ലൈക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഇടും. എന്നിട്ട് നമ്മളെ ആ ഒരു ഇതിലേക്ക് എത്തും, ആ ലെവലിലേക്ക്, മറ്റേ പേടിപ്പിച്ച് പേടിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ട് അപ്പോഴും മറ്റേ സാധനം ഇടൂല, ബോംബ് ഇടൂല, പെട്ടെന്നിട്ട് പൊട്ടിക്കൂല. വീണ്ടും അവർ ആ ഗ്രാഫ് താഴോട്ടാക്കും, എന്നിട്ടേ പൊട്ടിക്കുള്ളൂ നമ്മൾ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇവിടെ പൂച്ച മോർട്ടി ഉണ്ടായിട്ട് നമ്മൾ റെഡ് അമർത്തണം എന്നാണ് പറഞ്ഞത്. സോ യാ, അപ്പം അവിടെ ഉണ്ടല്ലേ സാറ്. ഓക്കെ, ഇത് മോർട്ടി ഇല്ലാത്ത റൂം തന്നെ അല്ലേ? മോർട്ടി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, പൊങ്ങും താഴും. ഐ ഡോണ്ട് നോ. ഇപ്പൊ എന്തായാലും മറ്റേ മിഡിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നല്ല രീതിക്ക് ജോംബി ആകാനുള്ള ചാൻസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9. നേരത്തെ കാണാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അൺഷ്യൂർ ആക്കുക. സോ നത്തിങ്, ഇവിടെ ഒന്നുമില്ല. സോ ടിക്ക്. ഓ ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ടോ? ഇത് ഫുൾ എണ്ണീറ്റ് നിന്ന്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഹാലുസിനേഷൻ തന്നെ. അപ്പം ഹാലുസിനേഷൻ പോയി. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഈ റൂമിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു കൺഫർമേഷനും കൂടെ. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇവിടെ One, 2, 3, 4, 5, 6. ഹാലുസിനേഷൻ അല്ലായിരുന്നു, റെഡ് ബട്ടൺ. ഇനി ഇവിടെ എന്താണ്? മമ്മി, ഡ്രാക്കുള, ചാത്തൻ, യക്ഷി, വടയക്ഷി, എന്താണ് ഇനി ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്? മറ്റേ പുള്ളി ഇല്ല ഇവിടെ. ഹലോ അണ്ണാ. 1 2 3 4 5 6 7 8 9 10. എനിക്ക് ഞാൻ ഇപ്പോഴും പറയണം, ആദ്യമേ വേണ്ട. ആ ഡോളിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അത് നല്ല രീതിക്ക് പണി തരുമോ എപ്പോഴെങ്കിലും ഒരു വെച്ച്? വീണ്ടും ഒന്നുകൂടെ കണ്ടൊക്കെ വേണ്ട. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു ഊഹം വെച്ചിട്ട് ഈ റൂം കറക്റ്റ് ആണ്. അത് കണ്ടായിരുന്നു, കുറച്ചു മുമ്പ് അത് കണ്ടായിരുന്നു കൃത്യമായിട്ട്. ഈ ഡോർ തുറക്കണം. ഇത് 1 2 3 4 5 6 7 8 9 10. കയ്യിലും ഇല്ല, കാലയിലും ഇല്ല.
കണ്ടായിരുന്നു അവന്മാരെ ഇട്ട് തന്നത് സൗണ്ട് ബോൺ ഹേർട്ട് യു എന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോ അത് കണ്ടിട്ട് പേടിക്കാൻ വിചാരിക്കും, പക്ഷെ ഒരു സാധനവും ഇല്ല. Are you scared? ചോദിക്കുന്നോടാ, പറഞ്ഞില്ലേ കറക്റ്റ്. That's good. That means you're not one of them yet. വൺ ഓഫ് വാട്ട്? ആരുടെ അടുത്തത്? ഓക്കെ ഓക്കെ ഓക്കെ, ഐ മീൻ പോയോ 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 പോയോ. ഊഫ് ഊഫ് ഊഫ്. 1 2 3 4 5 6. ഓക്കെ, അൺഷ്യർ ആയിട്ടുള്ള റൂം തന്നെ, കൺഫേംഡ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഞെക്കേണ്ട കാര്യമില്ല. ഇൻറ്റു ഇതിപ്പോ കണ്ണടഞ്ഞാണ് ഫുള്ള് കത്തിപ്പോയതാണ്. എന്തിനാണ് അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത്? എന്തിനാണ് വെയിറ്റ് ചെയ്തത്? പോലെ റഷ്യമില്ല. ഐ തിങ്ക് ദിസ് വൺ റിയലി ഡിസേർവ്സ് എ പാർട്ട് 2. ഞാൻ എന്തായാലും ഇതിലേക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. കാരണം എന്റെ മെന്റൽ പീസിന് ഈ ഗെയിം ഒരു വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഞാൻ ഇത്രയും കളിച്ച ഹൊറർ ഗെയിമിൽ ലൈക്ക് ടോപ്പ് 5 ഇത് കയറിയിട്ടുണ്ട്. സെറ്റാണ്. ഇതിന്റെ ഗെയിം മെക്കാനിക്സ് ആണ്. ഞാൻ പറഞ്ഞില്ല മറ്റേ ഗ്രാഫ് ഇൻ എ സെൻസ് ലൈക്ക് നമ്മളിപ്പോ പേടിക്കുമെന്ന് അവർ നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് അല്ല, അവർ പറഞ്ഞ് നമ്മളെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിക്കും. പക്ഷെ എന്നാൽ നമ്മൾ ആ ടൈമിൽ അവർ നമ്മളെ റിലാക്സ് ആക്കി പേടിപ്പിക്കാതിരിക്കും. എന്നിട്ട് നമ്മൾ പേടിക്കും നമ്മൾ വീണ്ടും വിചാരിക്കും, കാരണം ഈ ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു റിലാക്സ് ചെയ്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ 2 ലെവല് നമ്മളെ അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് വിടും. 3 4 ഒക്കെ അങ്ങനെ പോകും. നമ്മൾ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമിൽ ലൈക്ക് അതുപോലത്തെ ജെംസ്കെയർ അല്ല, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജംസ്കെയർ ഓക്കെ, രണ്ടും സെയിം മീനിങ് തന്നെ, ബട്ട് സ്റ്റിൽ ഞാൻ അതിലേക്ക് ഇത് പേഴ്സണലായിട്ട് കളിക്കുമ്പോഴാണ് ലൈക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാകണം, ലൈക്ക് ഏത് ലെവലിലാണ് അവരെ കൊണ്ടുപോയിക്കണം എന്നുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്യുവർ ആയിട്ട് ഗെയിം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോക്കി കഴിഞ്ഞാൽ ഹൊററും പിന്നെ സൈക്കോളജിക്കലും ഈ ക്ലോസ്ട്രോഫോബിക് എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മൂവ്മെന്റ് ഇല്ല. ഈ ചെയറിൽ നമ്മുടെ എം സി എന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടർ ടൈഡപ്പ് ആണ്. സോ ആകെ കിട്ടുന്ന മൂവ്മെന്റ് ഈ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് അവർ ക്ലോസ്ട്രോഫോബിക്ക് പറയണത്. ബട്ട് ഇത് സെറ്റ് ഗെയിം എന്ന് വെച്ചാൽ സെറ്റ് ഗെയിം. എനിക്ക് എന്റെ ക്രാക്ക് ഞാൻ തന്നെ ക്രാക്കായി പോയി. ഇതെന്തായാലും ഞാൻ പാർട്ട് 2 ഇറക്കും. സൊടുക്കിനെയൊക്കെ ചവിട്ടി എറിഞ്ഞ് സോ ഫണ്ണി. അത് മാത്രം, ബാക്കിയൊന്നും ഇതിനകത്ത് ഫണ്ണി ആയിട്ടില്ല. ലിറ്ററലി ഒരു ഹൊറർ ഗെയിം 10 out of 10. എനിക്ക് ചൂടെടുക്കുന്നത്, വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഒരു കഥ കേട്ടില്ലേ, റെഡ് ആയത് കണ്ടാ? ഗോഡ്, ടു മച്ച്. അപ്പൊ എന്തായാലും ഇത്രയും കൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു പാർട്ട് 2 ഉണ്ടായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.